ഹലോ ഗൈസ്, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോണത് സ്കെച്ചിങ് ആണ്. ഓൺ ഷേപ്പിലെ സ്കെച്ചിങ് ടൂൾസിനെ കുറിച്ചാണ്. നമ്മൾ അതിൻ്റെ ബിഗിനിങ് ജസ്റ്റ് എങ്ങനെ സ്കെച്ച് ഉണ്ടാക്കണം എന്ന് പഠിച്ചു. അപ്പോൾ ഞാനൊരു പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു പ്ലേറ്റ് ആണ്. ഒരു പ്ലേറ്റ് വിത്ത് 4 ഹോൾസ്. സിമ്പിൾ ഒരു പാർട്ടാണ്. നമ്മൾ ഈ ഒരു ടൂൾ ബാർ നോക്കി പഠിക്കുക. നമ്മൾ സ്കെച്ച് ഞെക്കുമ്പോൾ അതിനുള്ളിൽ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ടൂൾ ബാർസ് എല്ലാം ഇതിൽ വരും. നമുക്ക് ഇതിനുള്ളിലുള്ള ഒരുവിധം എല്ലാ ടൂൾസും നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ ആദ്യം വരിക വന്നിട്ടൊരു ഞാനൊരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കുകയാണ്. ഞാനതിന് ലെങ്ത് കൊടുത്തു, വിഡ്ത് കൊടുത്തു. എന്നിട്ട് എനിക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഫില്ലറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഫില്ലറ്റ് എടുത്തു. ഇവിടെ ഫില്ലറ്റ് ഓപ്ഷൻ. ഫില്ലറ്റ് സ്പെസിഫൈ ചെയ്തു 5 mm. ഫില്ലറ്റ് കൊടുത്തു. അത് തന്നെ ഞാൻ 4 സൈഡിലും കൊടുത്തു. ഇപ്പൊ ഏതൊക്കെ ഫില്ലറ്റിന് വേണ്ടി ഏതൊക്കെ ലൈൻ എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അടുത്തത് ഒരു സർക്കിളിലേക്ക് വരികയാണ്. എന്നിട്ട് ഞാൻ സർക്കിൾ വരച്ചു. ഇനി ഒന്നെങ്കിൽ എനിക്ക് ഇതേ സർക്കിൾ തന്നെ ഇവിടെ വരച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഇത് രണ്ടും ഈക്വൽ കൊടുക്കാം. അപ്പൊ ഈ കൺസ്ട്രെയിൻസ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഞാനൊരു മിറർ ലൈൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു നടക്കുന്ന ഒരു ലൈൻ വരച്ചിട്ട് അതിന് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൺസ്ട്രക്ഷൻ ആക്കാം. അല്ലെങ്കിൽ ഇവിടെ വന്നാലും നമുക്ക് കൺസ്ട്രക്ഷൻ ആക്കാം. അങ്ങനെ ഈ രണ്ടിലും എനിക്ക് ഒരു സർക്കിളുകൾ ഞാൻ അതിനൊരു ഡയമെൻഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ട് തന്നെ ഉപയോഗിച്ച് ശീലിക്കുക. അതിന് ഞാൻ വീണ്ടും സെന്ററിൽ നിന്ന് വീണ്ടും അടുത്തൊരു ഡയമെൻഷനും കൂടി കൊടുക്കുകയാണ്. ഇപ്പൊ പക്ഷെ എനിക്ക് ഇത് രണ്ടും സിമെട്രിക് ആയിരിക്കണം. അപ്പൊ അടുത്ത കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സിമെട്രിയാണ്. ഇതാണ് സിമെട്രി കൺസ്ട്രെയിൻ. ഈ കൺസ്ട്രെയിൻ നമുക്ക് സെൻട്രൽ ലൈനിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ലൈനിനോട് സിമെട്രിക് ആയിട്ട് നമുക്ക് ഈ സാധനങ്ങളെ നമുക്ക് വേണ്ട ഇതിനെ ഇത് ചെയ്യാം. സിമെട്രിക് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി ഈ ഒരു ഇപ്പോഴും ഇത് നീലയായിട്ടിരിക്കുന്നുണ്ടല്ലോ, അതായത് ഇത് അണ്ടർ ഡിഫൈൻഡ് എന്നാണ്. അപ്പൊ ഇനി നമുക്ക് വീണ്ടും ഒരു ഡയമെൻഷൻ കൂടി വേണം. കാരണം ഈ ഹൈറ്റ് ആണ് അതിന്റെ മിസ്സിങ്. അങ്ങനെ നമ്മളൊരു ഹൈറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫൈൻഡ് ആയി. ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു ഇതാണ് ഒരു ആർക്ക്. നമുക്കൊരു ആർക്ക് വരയ്ക്കണമെങ്കിൽ നമ്മളിത് ഇവിടെ വന്നിട്ട് ഒരു പോയിന്റ് കൂടെ, അടുത്ത പോയിന്റ് കൂടെ. ഇപ്പൊ 3 പോയിന്റ് ആർക്കാണ്, അതുകൊണ്ടാണ് അത് ഇങ്ങനെ. ഇത് കണ്ടില്ലേ? എനിക്കിപ്പോ ഇനി ഈ സെന്റർ പോയിന്റിനെ ഇതിലേക്ക് കൊണ്ടുവരണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? കോയിൻസിഡന്റ് ചെയ്യണം. കോയിൻസിഡന്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ പോയിന്റ് എടുക്കുക. നമുക്ക് വേണ്ട 2 പോയിന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ അടുത്തത് നമുക്ക് ഈ 2 പോയിന്റും ഈ പ്ലെയിനിൽ ഇങ്ങനെ ഇരിക്കണം. ഇത് ഓൾറെഡി വെർട്ടിക്കലാണ്. കണ്ടില്ലേ? വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലാണ്. സോറി, ഹൊറിസോണ്ടൽ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഹൊറിസോണ്ടൽ ലെവലിലുണ്ട്. അത് കാരണം ഇനി വേറെ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇനി ഈ പോയിന്റും ഹോറിസോണ്ടൽ ആക്കണം. അപ്പൊ ഹോറിസോണ്ടൽ എങ്ങനെ കൊടുക്കും? ഹോറിസോണ്ടൽ ഓപ്ഷൻ. സിമ്പിൾ. നമ്മൾ അതിനൊരു ഡയമെൻഷൻ ഇട്ട് കൊടുക്കണു. ഓക്കെ. ഇനി ഇപ്പൊ അതിന് ഇതിനൊരു ടാൻജൻഷ്യൽ ആയിട്ട് എനിക്കൊരു ലൈൻ വരയ്ക്കണം. അപ്പൊ ഞാൻ ലൈൻ എടുത്തു, ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. തൽക്കാലം ഞാൻ ചെരിച്ച് വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് നേരെ വരയ്ക്കാം. ചെരിച്ച് വരച്ചിട്ട് ഇനി നമ്മളിങ്ങനെ ടാൻജന്റ് ആക്കും. ഇവിടെ വരുന്നു, നമ്മൾ ടാൻജന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. 2 പോയിന്റും ആർക്കും സെലക്ട് ചെയ്യുന്നു, ടാൻജന്റ്. അതേപോലെ തന്നെ ഇവിടെ വരുന്നു. നിങ്ങൾക്ക് ഈ പോയിന്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ സ്നാപ്പ് വരും. ഈ സ്നാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ അത് കൺസ്ട്രെയിൻസ് കുറച്ച് എളുപ്പമായിരിക്കും. ഓട്ടോമാറ്റിക്കലി കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഇത് 100 കൊടുത്ത് ഇതും നമ്മൾ ഇതാക്കി. ഇനി ഇതിൽ വേറൊരു ഫീച്ചർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇതിനുള്ളിൽ വേണമെങ്കിൽ നമുക്കൊരു ഇൻസ്ക്രൈബ് പോളിഗൺ കൊടുക്കാം.
സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മൾ ഇത് കണ്ടില്ലേ, ഇൻസ്ക്രൈബ് പോളിഗണിന്റെ ഇൻസ്ക്രൈബ് സർക്കിളിനെയാണ് നമ്മൾ ഇത് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര പോളിഗൺ മാറ്റാൻ വരെ പറ്റുന്നത് കണ്ടില്ലേ. നമ്മൾ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് നീക്കുന്തോറും കുറയുകയും ചെയ്യും, റൈറ്റിലേക്ക് നീക്കുന്തോറും പോളിഗണിന്റെ എണ്ണം കൂടുകയും ചെയ്യും. അത് നമുക്ക് എത്ര എണ്ണം വേണം, 6 ആണോ, 8 വേണോ, 5 വേണോ, 3 വേണോ, അങ്ങനെ ഏത് പോളിഗൺ വരും. ഇപ്പൊ 12, 26 എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടാം. 50 വരെയാണ് കൂട്ടാൻ പറ്റുന്നത്. അത് സൈസ് അനുസരിച്ച് നമുക്ക് കൂട്ടിയിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ 12 കൊടുക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഇനി നമ്മൾ ഇവിടെ വന്ന് ഇതിന്റെ ഒരു ഡയമെൻഷൻ കൊടുക്കാം. ഇൻസ്ക്രൈബ് സർക്കിളിന് ഞാൻ 45 കൊടുക്കുകയാണ്. എന്നിട്ട് എനിക്ക് എന്ത് വേണം, എനിക്ക് ഓരോ ഇതും ഡയമെൻഷനും ഇൻസ്ക്രൈബ് സർക്കിൾ കൊടുത്ത സ്ഥിതിക്ക് ഇനി നമുക്ക് എന്ത് ഡയമെൻഷനാണ് കൊടുക്കാൻ പറ്റുക. നമുക്ക് സെന്ററിൽ നിന്ന് ഇവിടേക്കുള്ള ഡയമെൻഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പോളിഗൺ ഫിക്സ് ആയി. അപ്പൊ ഈ എണ്ണവും ഇൻസ്ക്രൈബ് സർക്കിളും കൊടുത്ത കാരണം പിന്നെ നമുക്ക് ഈ വിഡ്ത്ത് കൊടുക്കേണ്ട ആവശ്യം വരാഞ്ഞത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി. ഇനി ഇതിൽ തന്നെ നമുക്ക് ഈ രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ പാരലൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. വെർട്ടിക്കൽ ആയിട്ട് മാറ്റണമെങ്കിൽ വെർട്ടിക്കൽ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതും പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കണമെങ്കിൽ പെർപെൻഡിക്കുലർ എന്നുള്ള ഓപ്ഷനും കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ സ്കെച്ചസ് ചെയ്യുക. ഈ ഓപ്ഷൻ ഇപ്പൊ നിങ്ങൾ പഠിച്ചു വരുന്നതില് വേറെ ഒരു ടൂള് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്പ്ലൈൻ ആണ്. ഇപ്പൊ സ്പ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പോയിന്റ്സിലൂടെ കണക്ട് ചെയ്യുന്ന ഒരു കർവ്, അതിനാണ് സ്പ്ലൈൻ എന്ന് പറയുക. അത് എവിടെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കേസുകളിലൊക്കെ നമുക്ക് സ്പ്ലൈൻസ് യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഏരിയ ഡിഫൈൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഫോണ്ട്, ബോൾഡ്, ഇറ്റാലിക്, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്തെങ്കിലും എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ ഓഫ്സെറ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട ഇത് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കൊടുത്താൽ മതി. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ഓഫ്സെറ്റിന്റെ ഡിസ്റ്റൻസ് തീരുമാനിക്കാം. ഇനി ഇതൊക്കെ ഇതിനോട് മിറർ ചെയ്യണമെങ്കിൽ ഇത് മിറർ ചെയ്യാൻ എടുക്കുക. മിറർ ലൈൻ സെലക്ട് ചെയ്യുക. ക്രോസിംഗ് സെലക്ഷൻ, അതായത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഞെക്കി പിടിച്ച് ഏതൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് മിററും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുവിധം നമ്മുടെ സ്കെച്ചിങ് ടൂൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നു. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണിത്. നമുക്കിത് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ പ്രൊഡക്റ്റിനും ഇതിനും നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ വീഡിയോസിൽ പഠിക്കാം. ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടു എന്തൊക്കെയാണ് ടൂൾസ് എന്നുള്ളതാണ്. നമുക്ക് ഓരോ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ ഈ ടൂൾസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്, എവിടെ ഉപയോഗിക്കണം എന്നുള്ളതും നമ്മൾ കറക്റ്റ് ആയിട്ട് ഫ്യൂച്ചറിൽ പഠിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വരിക, കമന്റ് ചെയ്യുക. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തായാലും എല്ലാവരും പഠിച്ച് നല്ല ഒരു CAD മെക്കാനിക്കൽ ഡിസൈനറൊക്കെ ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ടേക്ക് കെയർ ഗൈസ്, കീപ് ലേണിംഗ്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.